ഫാസ്റ്റ് ന്യൂസിലേക്ക് കടക്കും മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകാം. പലിശയ്ക്ക് വാങ്ങിയ പണത്തിന്റെ പേരിലെ തർക്കത്തെ തുടർന്ന് JCB കൊണ്ട് വീട് ഇടിച്ചു നിരത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുഴിച്ചാണിയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. സോന അജീഷ് ദമ്പതികളുടെ വീടാണ് ഇടിച്ചു നിരത്തിയത്. അസ്ഥി പൊടിയുന്ന രോഗത്തിന് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് കടം വാങ്ങിയതാണ് തുകയെന്ന് സോന ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ന് വീടെടുത്ത് ഇന്ന് രാവിലെയാണ് ചെയ്തത്. ഒരു അമൃതഘോഷ് ഒരു ഗണേഷ് നടന്ന കാര്യം വേറൊന്നുമല്ല. 31/8/24 അവിടെ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. 31/8/2024 ഞാൻ അഖിലെന്ന് പറയുന്ന കാഞ്ഞിരംകുളത്ത് അഖിലെന്ന് പറയുന്ന പയ്യന്റെ കയ്യിൽ ഞാൻ 2.5 ലക്ഷം രൂപ വാങ്ങിച്ചു. അപ്പൊ അതിന് ഉറപ്പായിട്ട് ഞാൻ എന്റെ ഈ 7 സെന്റ് വസ്തു അവർക്കാണ് കൊടുത്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്താണ് കൊടുത്തത് വിലയാക്കാറുണ്ട്. 6 മാസത്തിനകം ഞാൻ ചേട്ടാ എടുത്തോളാം, എന്റെ അത്യാവശ്യമായതുകൊണ്ടാണ്. എന്റെ ഹസ്ബൻഡിന് വയ്യാതെ തോന്നുന്നു, വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല, ഒരു ഓട്ടോ എടുക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ പൈസ. എന്റെ കൊച്ചിന് എന്റെ കുഞ്ഞിന് ബർത്ത്ഡേ, അപ്പൊ ഈ പൈസ ഞാൻ കുറച്ച് ബർത്ത്ഡേ ചിലവൊക്കെ ഉണ്ടാക്കി. 1 വയസ്സായുള്ള കുഞ്ഞിന് അതിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ 26/10/10 ഈ അമൃതഘോഷം ആളെ കണ്ടുപിടിച്ച് വസ്തു വിൽക്കണം, ചേട്ടനെ കാലിന് ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ഇതിനു മുമ്പേ പറയണത് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകും. എന്നിട്ട് ഡോക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ 90% എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും എന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഫസ്റ്റ് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ധനീഷ് എന്ന് പറയുന്ന ആള് ഈ അമൃതഘോഷം എന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നു. അപ്പൊ ഇവരാണ് ഈ അഖിലുമായിട്ട് സംസാരിച്ച് 12 ലക്ഷം രൂപയ്ക്ക് വില ഉറപ്പിച്ചു. എന്നിട്ട് ഈ ധനീഷ് അമൃതഘോഷിന്റെ അടുത്ത് 8 ലക്ഷത്തിനാണ് വസ്തു വിൽക്കണമെന്ന് പറഞ്ഞിട്ട് 12 അയാൾക്ക് 8 പറഞ്ഞിട്ടുണ്ട്. 26/10 രജിസ്ട്രേഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു തരാം, പ്രമാണം എഴുതി തരാം, ആധാരം ഞാൻ എഴുതി തരാം, എന്റെ വസ്തുവല്ലേ, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി, ഞാൻ ആധാരം എഴുതി തരാം. അപ്പൊ പറഞ്ഞു വേണ്ട, നീ എല്ലാ പ്രമാണം എന്റെ കൊണ്ടുള്ള നമ്മൾ എഴുതിക്കൊള്ളാം. ഇവരെന്നിട്ട് ആ പ്രമാണത്തിന് 4,10,000 രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അഖിലെന്ന പാർട്ടി ആ 4,10,000 രൂപ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്നിട്ട് ഞാൻ പറഞ്ഞ് എന്നിട്ട് അഖിലെന്ന് പറയുന്ന പയ്യൻ എനിക്ക് പൈസ വേണം, പൈസ തന്നാലേ ഞാൻ ഒപ്പിട്ട് തരുള്ളൂ. എനിക്ക് ഞങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനായാലും അത് പറഞ്ഞിട്ടായിരുന്നു ആദ്യം പൈസ വാങ്ങണം. ഇവരെ നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്. ഇവര് പലിശയ്ക്ക് കൊടുക്കുന്നവരാണെന്നാണ് അറിവ്. പക്ഷേ ഞാൻ എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ ഈ അഖിലെന്ന് പറയുന്ന ആണിന് ഇവരെ 2,50,000 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ 50,000 രൂപ കയ്യിലും കൊടുത്തു, അക്കിന് കൊടുത്തു. 4 മണിക്ക് രജിസ്ട്രേഷൻ തീരും. 3:30 ഇവർ പറഞ്ഞത്. വന്നിട്ട് ഉടനെ ഇവരുടെ എഴുത്തുകാർ പറഞ്ഞ ഓടി വാ, ഇപ്പൊ രജിസ്ട്രേഷൻ തീരും, വന്നിട്ട് പൈസ കൊടുത്താൽ മതി, അറിയാന്നുള്ളവരല്ലേ എന്ന്. ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരുമാണ്, ഞങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു പിന്നെ അണ്ണൻ കെയർ ചെയ്തിട്ട് മതി. ഇവരതുവരെയും ഞങ്ങൾക്ക് തരേണ്ട 12 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അഖിലിന്റെയും കൂട്ടിയാണ് 12 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഒപ്പിട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസയില്ല. 15 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. ആ കടത്തിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിളിച്ചു വരുത്തി, നിങ്ങൾക്ക് ഇന്ന് പൈസ തരാം. അവരെല്ലാം വന്നു. അവരെല്ലാരും വന്നപ്പോൾ ഇതിലുള്ള പൈസയില്ല. ഇവരെല്ലാരും കൂടിയാണ് അവരെയും പറഞ്ഞേച്ചത്. ഒരു വിജിലെന്ന് പറയുന്ന ചേട്ടനെയൊക്കെ പറഞ്ഞേച്ചത്. കഴിഞ്ഞ ദിവസം കാലാവധി വരുന്ന ഒരു എഗ്രിമെന്റ് എഴുതി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എഗ്രിമെന്റ് എന്തിന്, നിങ്ങളെ നമുക്കറിയാമല്ലോ,
നമ്മളെല്ലാം അറിയാന്നുള്ള ആൾക്കാരല്ലേ എഗ്രിമെന്റ് എന്തിന് ആകെ 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു.